അപ്പം ഞാനിവിടെ ആദ്യം 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ 2 മുട്ടയും ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം വേണ്ട നമ്മുടെ മുട്ടയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് സവോള ഒരു മീഡിയം സൈസാണ്, കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മുടെ സവോള എല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതെല്ലാം നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത ഈ മുട്ടയുടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് മുഴുവൻ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവൊക്കെ കൂടുതൽ വേണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പച്ചമുളകും ഇതുമൊക്കെ ഇട്ടാൽ മതി. ഇപ്പം വേണ്ട നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.